ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തനി നാടൻ അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. കപ്പയുടെ കൂടെ ചപ്പാത്തിക്ക്, നെയ്ച്ചോറിന്, അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്ന, പത്തിരിക്കൊക്കെ കഴിക്കാവുന്ന അടിപൊളി ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഇതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക. അതിലേക്ക് ചെറിയ കഷ്ണം പട്ട, 3 ഏലക്കായ, 2 ഗ്രാമ്പു ഇത്രയും ഇട്ട് കൊടുക്കുക. എല്ലാം വളരെ കുറച്ച് മതി. നമ്മൾ 1/2 കിലോ ബീഫിലാണ് ചെയ്യണത്. അപ്പോൾ ഈ ഏലവും പട്ടയൊക്കെ ഒന്നങ്ങ് ചൂടായിക്കോട്ടെ എണ്ണയിൽ കിടന്നിട്ട് അതിലേക്ക് നമ്മൾ ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിയൊന്നും വേണ്ട. ഇതിപ്പോൾ ഏകദേശം ഒരു 100-150 ഗ്രാമൊക്കെ ഉണ്ടാവും 1/2 കിലോ ബീഫിലേക്ക്. കുറച്ച് അധികം തന്നെ എടുക്കുക. നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ പാത്രത്തിൽ ഒരു നമ്മൾ മെഷർമെൻറ്റ് കപ്പാണെങ്കിൽ 1 കപ്പൊക്കെ ഉണ്ടാവും. അരിയൊന്നും വേണ്ട കേട്ടോ. വെറുതെ തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി ഇതിലേക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. നന്നായി വാടി വരുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അരിയാത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും വാടി വരാൻ. ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കുക. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളക് കൂടുതൽ എടുക്കാം. ഞാൻ ഒരെണ്ണേ ഇട്ടുള്ളൂ. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് പോവട്ടെ. അതിലേക്ക് നമ്മൾ 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറിയാണല്ലോ, അപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുക്കർ അടച്ച് വെക്കുക. നന്നായിട്ട് വേവിച്ചെടുക്കുക. നല്ല സോഫ്റ്റായി വരത്തക്ക രീതിയിൽ വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ടും നമ്മൾ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സവാള ചെറുതാണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വഴണ്ടി വന്നാൽ മതി. ഇതാ നന്നായി വഴണ്ടി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വീണ്ടും 1 ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തവണകളായിട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വഴണ്ടി വരട്ടെ. അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരട്ടെ. ഇതിലേക്ക് നമ്മൾ വീണ്ടും 1-2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലേക്ക് എത്ര കൂടുതൽ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഇനി ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ചെറുതായിട്ട് അരിയാൻ നോക്കുക, എന്നാൽ പെട്ടെന്ന് തന്നെ വഴണ്ട് വന്നോളും. ഇതും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി പെട്ടെന്ന് തന്നെ വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചൊരു ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ ഒരു 5 മിനിറ്റൊക്കെ അങ്ങനെ വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ ഇതാ നമ്മൾ തുറക്കുമ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ കൂട്ടാം കേട്ടോ. ഞാൻ അത്ര ഒരുപാട് ഇട്ടിട്ടില്ല. ഇനി ഇതാ ആ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ പ്രത്യേകം നോക്കുക. നമ്മുടെ ബീഫ് ഇത് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചട്ടിയിലേക്ക് ഈ ബീഫ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഗ്രേവി ഒരു 1/2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചതാണല്ലോ, കുറച്ച് വെള്ളം പിന്നെ എക്സ്ട്രാ അതിലുണ്ടാവും ചെയ്യും. ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ വീണ്ടും ഒരു 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഏറ്റവും അവസാനമാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കറി ഓൾമോസ്റ്റ് റെഡിയാണ്. എന്നാൽ പോലെ 1-2 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ സവാളയും അതുപോലെ ബീഫും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്, ഗരം മസാലയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1-2 മിനിറ്റ്. ഇതാ നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.